الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തജ്വീദിലെ അഹ്കാമുൻ നൂന് സാക്കിന വ തൻവീൻ അതിലെ 23-ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇതുവരെയായി അതിൻ്റെ 4 നിയമങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 4-ാമത്തെ നിയമമായ അൽ ഇഖ്ഫാഇനുള്ള 15 അക്ഷരങ്ങൾ, അതിൽ 9 അക്ഷരങ്ങൾ നാം ഇതുവരെ മനസ്സിലാക്കി. അത് സ്വാദ്, ദാൽ, സ, കാഫ്, ജീം, ഷീൻ, ഖാഫ്, സീൻ, ദാൽ എന്നീ 9 അക്ഷരങ്ങളാണ് നാം മനസ്സിലാക്കിയത്. സുക്കൂനായ നൂനിനോ തൻവീനിനോ ശേഷം ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ സുക്കൂനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മണിച്ചുകൊണ്ട് അല്പം മറച്ചു വച്ച് പാരായണം ചെയ്യണം. ഇതിനാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ തന്നെ മറച്ചു വെക്കുക എന്നാണ് എന്ന് നാം പഴയ ക്ലാസ്സിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുന്ന സുക്കൂനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മറച്ചു വെച്ചുകൊണ്ടാണ് നാം പാരായണം ചെയ്യേണ്ടത്. അതിൽപ്പെട്ട മറ്റൊരക്ഷരമാണ് അത്വാ എന്ന അക്ഷരം. ത്വാ എന്ന അക്ഷരവും സുക്കൂനായ നൂനും ഒരൊറ്റ കലിമയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യൻതിഖു. അവിടെ നൂന് വെളിവാകാത്ത രൂപത്തിൽ മറച്ചു വെച്ചാണ് നാം ഉച്ചരിക്കുന്നത്. യൻതിഖു വമാ യൻതിഖു അനിൽ ഹവാ വമാ യൻതിഖു. അവിടെ യൻതിഖു എന്നല്ല, യൻതിഖു അനിൽ ഹവാ. അതുപോലെ സുക്കൂനായ നൂൻ ഒരു കലിമയിലും ത്വാ എന്ന അക്ഷരം മറ്റൊരു കലിമയിലും വരുമ്പോൾ നമുക്ക് കാണാം മിൻ തീനിൻ ലാസിബ്, മിൻ തീനിൻ, മിൻ തീനിൻ. അവിടെ മിൻ തീനിൻ എന്നോതി പോകാൻ പാടില്ല. മിൻ എന്ന് ആ നൂന് വെളിവാകുന്ന രൂപത്തിലുമാകാൻ പാടില്ല. മറിച്ച് നൂന് മറച്ചു വച്ചുകൊണ്ട് മഖ്ഫിയായിരിക്കും നൂൻ, ഇഖ്ഫ ചെയ്തുകൊണ്ടാണ് നാം അവിടെ ഉച്ചരിക്കുക. മിൻ തീനിൻ. തൻവീനു ശേഷം വരുമ്പോൾ സബ്ഹൻ ത്വീല, സബ്ഹൻ ത്വീല. അതുപോലെ മറ്റൊരക്ഷരം സായ് എന്ന അക്ഷരമാണ്. സ എന്ന അക്ഷരത്തിന് മുമ്പ് സുക്കൂനായ നൂന് ഒറ്റ കലിമയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ ധാരാളമായി ഖുർആനിൽ കാണാൻ സാധിക്കുന്ന ഒരു വേർഡാണ് അൻസല അല്ലെങ്കിൽ അൻസൽന. അൻസൽന. അവിടെ അൻസൽന എന്ന് നൂന് വെളിവാകുന്ന രൂപത്തിൽ പാരായണം ചെയ്യരുത്. അതുപോലെ അൻസൽന എന്ന് പെട്ടെന്ന് ഓതിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകരുത്. അവിടെ നൂനിനെ മറച്ചു വെക്കുകയും ഗുന്നത്ത് ചെയ്യുകയും വേണം, മണിക്കുകയും ചെയ്യണം. അൻസൽന മൻ സക്കാഹ. 2 കലിമയിലായി വരുമ്പോഴാണത്. സുക്കൂനായ നൂൻ ഒരു കലിമയിലും സ എന്നത് മറ്റൊരു കലിമയിലും. മൻ സക്കാഹ. അതുപോലെ തൻവീനു ശേഷം സ വരുമ്പോൾ മുബാറകത്തിൻ സൈതൂന, മുബാറകത്തിൻ സൈതൂന. ഇവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് സുക്കൂനായ നൂന് അല്ലെങ്കിൽ തൻവീൻ അത് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, അതിനെ കൂട്ടി യോജിപ്പിച്ച് ഓതാനും പാടില്ല. മറിച്ച് അതിനെ അല്പം മറച്ചു വെച്ചുകൊണ്ട് ഗുന്നത്തോടു കൂടിയാണ് നാം ഉച്ചരിക്കേണ്ടത്. ഇവിടെ ഇതാണ് ഇഖ്ഫായിൽ നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത്.
കുറച്ചായത്തുകൾ ഓതുകയും അതിൽ വന്നിട്ടുള്ള ആ നിയമങ്ങൾ നാം ശ്രദ്ധിക്കുകയും ചെയ്യുക. സൂറത്ത് സ്വാദിൽ നിന്നുള്ള ആയത്തുകളാണ് ഇന്ന് ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വാദ് والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب جند ما هنالك مهزوم من الأحزاب. ഓതിയ ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കുക. ഇതുവരെ ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ നാം പറഞ്ഞത് ആ മണിച്ച ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുകയും തുടർന്നുള്ള ആയത്തുകൾ ഒന്ന് ഓതി നോക്കുകയും അതിലുള്ള ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയും ചെയ്യുക. അള്ളാഹു ഖുർആൻ നല്ല രൂപത്തിൽ പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ അതിൻ്റെ ആശയങ്ങൾ പകർത്തുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.